സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ആർക്കു കഷ്ടം, ആർക്കു സങ്കടം, ആർക്കു കലഹം, ആർക്കു ആവലാതി, ആർക്കു അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും. എന്താണ്? വീഞ്ഞു കുടിച്ച് മത്തരാകുന്നവർക്കാണല്ലോ കഷ്ടവും സങ്കടവും ആവലാതിയും അനാവശ്യമായ മുറിവുകളും. മദ്യപിച്ച് റോഡിലെവിടെയെങ്കിലും വീണിട്ട് മുറിവും പറ്റിക്കൊണ്ട് വരും. എന്താണ്? അവർക്ക് എത്ര കുടിച്ചിട്ടും മതി വരുന്നില്ല. ലഹരി വിടുന്ന സമയത്ത് വീണ്ടും എഴുന്നേറ്റിട്ട് അവൻ മദ്യപിക്കാൻ വേണ്ടി പോകും. ഈ മദ്യപാന്റെ ഈ സ്വഭാവ രീതിയെക്കുറിച്ച് നേരത്തെ തന്നെ സദൃശ്യ വാക്യങ്ങളിൽ വചനങ്ങൾ പറയുന്നുണ്ട്. മദ്യപാനി ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:6 തോന്നുന്നു. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, ഇന്ന് നീ മദ്യപാനിയായിട്ട് ദൈവരാജ്യത്തിൽ പോകുമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനമാണ്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം മദ്യപാനമല്ല. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ലഹരിയല്ല. നിന്റെ പ്രശ്നത്തിന് പരിഹാരം സിനിമകളല്ല. ഞാൻ ആന്ധ്രാപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ പലപ്പോഴും മീറ്റിംഗ് തീരുന്ന സമയത്ത് പാതിരാത്രിയാകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ തന്നെ തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വരുന്നതായ സമയത്ത് വഴിയിൽ കൂടി ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീ തന്റെ കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രാത്രി നടന്നു വരികയാണ്. അവർ ഞങ്ങളുടെ വിശ്വാസിയല്ല, എന്നാൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതായ സ്ത്രീയാണ്. എന്താണ് സഹോദരി, ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോയിട്ട് വരികയാണെന്ന്. അതെന്താണ് സഹോദരി, കൊച്ചു കുഞ്ഞിനെയും കൊണ്ടാണോ നീ ഇപ്പോൾ രാത്രി സിനിമയ്ക്ക് പോയിട്ട് വരുന്നത്? നിന്റെ വീട്ടിലെ സ്ഥിതി എന്താണ്? വീട്ടിലൊരു സമാധാനവുമില്ല. എൻ്റെ ഭർത്താവ് സ്വസ്ഥത നൽകില്ല, ഒരു സമാധാനവും നൽകില്ല. കുറച്ചു സമയം സമാധാനത്തോടെ ആയിരിക്കാനാണ് സിനിമയ്ക്ക് പോയത്. ഞാൻ ചോദിച്ചു, അപ്പോൾ സിനിമ കണ്ടിട്ട് സമാധാനം കിട്ടിയോ? ഇല്ല, ഇവിടെ കിട്ടാനാണ്. സിനിമയിൽ ഒരു സ്ത്രീ കരയുകയാണ്. അവരുടെ കരച്ചിൽ കണ്ട് ഞാനും കരയുവാൻ ഇടയായി. അങ്ങനെ 2-3 മണിക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് കരഞ്ഞ് വീട്ടിൽ വന്നിട്ട് വീണ്ടും കരച്ചിലാണ്. പിന്നെന്തിനാണ് സിനിമയ്ക്ക് പോയത്? എന്താണ്? ഈ ലോകം നൽകുന്നത് താൽക്കാലികമായിട്ടുള്ള സന്തോഷമാണ്. അനേകം ആളുകൾക്കും നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ കുരുക്കൾ വരാറുണ്ട്. നമുക്കറിയാം, ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചൊറിയുകയാണെങ്കിൽ നല്ല സുഖമാണ്, നല്ല സുഖമായിരിക്കും അനുഭവപ്പെടുന്നത്. ശരിയല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ചൊറിയുന്നതായ സമയത്ത് വളരെ ആശ്വാസം അനുഭവപ്പെടും. എന്നാൽ കൈയെടുക്കുമ്പോൾ വീണ്ടും വേദന അനുഭവപ്പെടാൻ ഇടയാകും. ചൊറിയുന്ന സമയത്ത് സുഖം അനുഭവപ്പെടും, എന്നാൽ കൈയെടുക്കുമ്പോൾ വീണ്ടും അത് വേദനിക്കും. അങ്ങനെ ചൊറിഞ്ഞ് അവസാനം എന്താണ് സംഭവിക്കുന്നത്? ആ കൈക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുവാനിടയാകും. പാപവും അതുപോലെയാണ്. ചെയ്യുന്ന സമയത്ത് സുഖം തോന്നും, എന്നാൽ നിർത്തുമ്പോൾ വേദനയാണ്, നിർത്തുമ്പോൾ കഷ്ടമാണ്, നിർത്തുമ്പോൾ ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയാണ് ഇന്ന് ജീവിക്കുന്നത്. കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഇന്ന് എത്രയോ ആളുകളുണ്ട് കരയുന്നവർ, അതുകൊണ്ട് പ്രയോജനമില്ല. പണ്ടുകാലത്ത് നാട്ടിൻപുറത്തുള്ള ആളുകൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉറക്കെ കരയുമായിരുന്നു, ഉറക്കെ നിലവിളിക്കുമായിരുന്നു. അവർ ആരുടെയെങ്കിലും ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നുവെങ്കിൽ ഒരു 6 മാസത്തിന് എന്നും കരയുമായിരുന്നു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറത്ത് വന്നിരുന്നുകൊണ്ട്, അയ്യോ ഞാൻ എങ്ങനെ സഹിക്കുമേ, പുള്ളി മരിച്ചുപോയേ. ഞാനൊരു ദിവസം ചോദിച്ചു, എന്തിനാണ് ഇപ്പോഴും കരയുന്നത്? അദ്ദേഹം മരിച്ചിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ പറയാണ്, ഞാൻ കരഞ്ഞില്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഞാൻ അദ്ദേഹത്തെ കൊന്നതാണെന്ന്. അവർ ദുഃഖം അടക്കി വയ്ക്കുകയില്ലായിരുന്നു, കരച്ചിൽ വരുമ്പോൾ കരയുമായിരുന്നു. എന്നാൽ ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളില്ല. വിദേശത്തും അമേരിക്കയിലുമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കരയത്തില്ല, അവർ കരയത്തില്ല. ഇന്ന് അനേകം ആളുകളും അങ്ങനെയാണ്, നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. എന്തിനാണ് കരയുന്നത്? ഞാൻ കരയുന്നൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹൃദയത്തിനുള്ളിൽ തന്നെ ആ ദുഃഖം നിറച്ച് ഹൃദയത്തിൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ദുഃഖം വലിഞ്ഞു മുറുകി അത് BP ആയിട്ട്, അത് നിരാശയായിട്ട്, വളരെ വേദനയായിട്ട്, ദുഃഖമായിട്ട് തീരും. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അതോർത്ത് ഇങ്ങനെ കരയും, ഇങ്ങനെ അതോർത്ത് സങ്കടപ്പെടുവാനിടയാകും, ഉള്ളത്തിൽ ഇങ്ങനെ വിഷമിക്കും. എന്താണ്? അതുകൊണ്ട് കരച്ചിൽ വരികയാണെങ്കിൽ കരയുക, ഒതുക്കി വയ്ക്കരുത്. നമ്മൾ കരയുകയാണെങ്കിൽ അത് കണ്ട് നമ്മുടെ കർത്താവ് സന്തോഷിക്കുകയില്ല. നിങ്ങളുടെ മക്കൾ കരയുമ്പോൾ നിങ്ങൾക്കത് നോക്കി നിൽക്കാൻ കഴിയുമോ? കൊച്ചുകുഞ്ഞ് എവിടെയെങ്കിലും വീണിട്ട് കരയുന്നതായ സമയത്ത് അമ്മ എന്തിനാണ് അത് കണ്ട് കരയുന്നത്? അമ്മയ്ക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ. കുഞ്ഞിന് പരിക്ക് പറ്റിയാൽ അമ്മയുടെ ഹൃദയത്തിന് വേദനയുണ്ടാകും. നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടവരാണ്. നാം കരഞ്ഞാൽ അവനും കരയും. യേശു എത്ര നല്ല ദൈവമാണെന്നറിയാമോ? മാർത്തയുടെയും മറിയുടെയും വീട്ടിൽ ലാസർ മരിച്ച സമയത്ത് എല്ലാവരും കരയുന്നതായ സമയത്ത് എന്താണ് അവിടെ നിന്നതായ കർത്താവും അതുകൊണ്ട് കരഞ്ഞു. ലാസർ മരിച്ച വിഷയം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, അവരത് കണ്ട് കരയുന്നു. എന്നാൽ യേശുവിനറിയാം ലാസർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ അവർ എല്ലാവരും കരയുന്നത് കണ്ടപ്പോൾ സങ്കടം സഹിക്കാതെ യേശുവും കണ്ണുനീർ വാർത്തു. നമ്മുടെ യേശു ക്രിസ്തു നമ്മുടെ വേദനയിലും നമ്മുടെ കണ്ണുനീരിലും നമ്മോട് പങ്കുചേരുന്ന കർത്താവാണ്. നമ്മുടെ കഷ്ടതയിൽ
അവൻ പങ്കുചേരുവാനിടയായി. നമ്മുടെ സങ്കടം മുഴുവനും അവൻ വഹിച്ചു, നമ്മുടെ പാപം മുഴുവനും അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായിട്ട് തീരുവാനിടയായി. ഇത് നാം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ട് നാം ഇനിയും കരയേണ്ടതിന്റെ ആവശ്യമില്ല. എന്നെ സഹായിക്കുവാൻ ആരുണ്ട്? എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുണ്ട്? എനിക്ക് ആശ്രയിക്കുവാൻ ആരുണ്ട്? എൻ്റെ അവസ്ഥ എന്തായിത്തീരും? എൻ്റെ ജീവിതം എന്തായിത്തീരും? എൻ്റെ കഷ്ടത എങ്ങനെ തീരാനിടയാകും? എൻ്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറാനിടയാകും? രോഗത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ വെളിയിൽ വരുവാൻ കഴിയും? എൻ്റെ കടഭാരങ്ങൾ എങ്ങനെ മാറും? അനാവശ്യമായ എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്കെങ്ങനെ മാറുവാൻ കഴിയും? വ്യഭിചാരത്തിൻ്റെ ചിന്തകളിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാൻ, പാപത്തിൻ്റെ ചിന്തകളിൽ നിന്ന് എങ്ങനെ എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുമെന്ന് മനുഷ്യന്റെ മനസാക്ഷി അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് അവൻ കരയുകയാണ്. കരയണ്ട. ഒരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ യേശു ക്രിസ്തു അത്ര വലിയവനാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രമാത്രം ആഡംബരം കാണിക്കുന്നു? എന്തിനാണ് ബഹളവും മൈക്കുമെല്ലാം? നിങ്ങളുടെ ദൈവം ആകാശത്ത് നിന്നുകൊണ്ട് പറഞ്ഞാൽ പോരെ, ഇപ്പോൾ തന്നെ മനുഷ്യരെല്ലാം മാറട്ടെ എന്നൊരു മന്ത്രം ചൊല്ലിയാൽ പോരെ എന്ന്. എന്താണ്? യേശുക്രിസ്തു മന്ത്രത്തിന്റെയും മായയുടെയും ദൈവമല്ല, അവൻ യഥാർത്ഥ ദൈവമാണ്. അവൻ സത്യമായ ദൈവമാണ്. അവൻ ചെയ്യുന്നതെല്ലാം കൺകെട്ടല്ല, മായാജാലമല്ല, യഥാർത്ഥമായതാണ്. അവൻ സൗഖ്യപ്പെടുത്തിയാൽ അത് എന്നേക്കുമുള്ളതായ സൗഖ്യമാണ്. അവൻ ക്ഷമിച്ചാൽ എന്നേക്കുമുള്ളതായ ക്ഷമയാണ്. അത്ഭുതം ചെയ്താൽ അത് നിലനിൽക്കുന്ന അത്ഭുതമാണ്. യഹൂദന്മാർ അവനോട് പറഞ്ഞു അടയാളങ്ങൾ കാണിക്കാൻ. അവനപ്പോൾ ചെയ്തില്ല. അടയാളങ്ങൾ കാണിക്കുമെന്ന് പറയുമ്പോൾ ഹോം എന്ന് പറഞ്ഞിട്ട് അത്ഭുതം ചെയ്ത് കാണിക്കുന്നതാണ്. അടയാളങ്ങളാണ്. എന്നാൽ അതല്ല, അവൻ ആകാശത്തെയും ഭൂമിയും ശാസിക്കുന്നതായ ദൈവമാണ്. സമുദ്രത്തെ ശാസിച്ചമർത്തിയതായ അത്ഭുതം ചെയ്തതായ ദൈവമാണ്. ആകാശത്തിനെ തടയുവാൻ ആർക്ക് കഴിയും? ഭൂകമ്പങ്ങളെ തടയുവാനായിട്ട് ആർക്ക് കഴിയും? സമുദ്രത്തെ തടയോ? നിങ്ങൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ പോയിട്ടുള്ള ആളുകൾ കൈ ഉയർത്താമോ? ഒന്ന് മനസ്സിലാക്കട്ടെ. വളരെ സന്തോഷം. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കൈ ഉയർത്താൻ കഴിയുന്നത്. നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചിലരാണെങ്കിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് കൈ ഉയർത്താറുള്ളത്. കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിങ്ങിന് വേണ്ടി കാക്കനാട് പോയതായ സമയത്ത് ആ സ്ഥലത്ത് ഒരുപാട് മിഷണറിമാർ വന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് സഹായം ചെയ്യുവാനിടയായി. വലിയ വലിയ മിഷണറിമാരുടെ സഭകളൊക്കെ അവിടെ സ്ഥാപിക്കുവാനിടയായി. അവർ ചെയ്തതായ വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെയുണ്ട്. എന്നാൽ ഈ കാലത്ത് മിഷണറിമാർ പണിതു കൊടുത്തതായ കെട്ടിടങ്ങളും ആ സ്ഥാപനങ്ങളൊന്നും കാക്കുവാൻ കഴിയുന്നില്ല. പലപ്പോഴും അത് മറ്റുള്ളവർക്ക് വിറ്റുകളയുകയാണ് ഇന്ന് ചെയ്യാറുള്ളത്. അവിടെ മീറ്റിംഗിൽ ചെന്ന സമയത്ത് അവിടെ മീറ്റിംഗിൽ നിന്ന ഒരാൾ എന്നോട് പറയുകയാണ്, എന്താണ് ഞങ്ങൾക്കിന്ന് നൽകുന്നത്? ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ്, സന്ദേശം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ പറഞ്ഞു, എല്ലാവരും മാറിയിരിക്കുന്നു. കർത്താവ് 5 അപ്പവും 2 മീനും കൊടുത്തതുപോലെ ഇപ്പോഴും അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ ആളുകൾ വരികയുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ്? 5000 പേർക്ക് ആഹാരം കൊടുത്തതുപോലെ മീറ്റിംഗ് വന്ന ആളുകൾക്കെല്ലാം ഇപ്പോഴും 5 അപ്പവും 2 ബിയർ ബോട്ടിലും കൊടുക്കണമോ? എന്താണിത്? പണം കൊടുത്തിട്ടാണോ മീറ്റിങ്ങിന് ആൾക്കാരെ കൊണ്ടുവരേണ്ടത്? എന്താണ് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും തന്നെ ഇപ്പോൾ മനസ്സിലാകുന്നില്ല. ഒരു ദൈവദാസന്റെ എതിർഭാഗത്ത് കുറെ വിദേശീയർ ഇരിക്കുകയാണ്. മീറ്റിംഗിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഇവരൊക്കെ നമുക്ക് പണം തന്നുവെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 1 രൂപ പോലും അവർ തന്നിട്ടില്ല. എല്ലാം നമ്മൾ തന്നെയാണ് നടത്തുന്നത്. ഇവരുടെ കാര്യവും നമ്മളാണ് എല്ലാം നോക്കുന്നത് അല്ലേ എന്ന് ചോദിച്ച സമയത്ത് അവരാണ് പണം കൊടുത്തെന്ന് വിചാരിച്ച് പറഞ്ഞു, ശരിയാണ്, അവർക്ക് മലയാളം അറിയുകയില്ലല്ലോ. ഈ കാലത്ത് അല്പം പോലും മനസ്സാക്ഷിയില്ലാതെ സേവ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നുകയാണുള്ളത്. സുവിശേഷ മീറ്റിംഗ് യഥാർത്ഥമായി നടത്താതെ 5 അപ്പവും 2 മീനുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞ്, സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞ്, അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞ്, നമ്മൾ ആ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഒരുക്കപ്പെടേണ്ടത്. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നതായ ദൈവമുണ്ട്. കുടുംബത്തിൽ സമാധാനം നൽകുന്നതായ ദൈവമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ളതായ വഴക്കിന് കാരണം നിന്റെ കുടുംബത്തില് പിശാച് ദൃഷ്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് ഏദൻ തോട്ടത്തിലും നടന്നത് അതാണ്. കുടുംബത്തെ തകർക്കുകയാണെങ്കിൽ പിന്നെ അതേ സമൂഹത്തിന് ഭാവിയില്ല, ലോകത്തിനും സഭയ്ക്കും. അതുകൊണ്ടാണ് കുടുംബ വ്യവസ്ഥയുടെ മേൽ പിശാച് പണി ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ഭവനത്തിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ സഭയിൽ പോകുന്നതും ആരാധിക്കുന്നതും എല്ലാം ശരിയാണ്. അതിലും ഉപരിയായിട്ട് കുടുംബ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. പതിവായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനകൾ ഉണ്ട്? കൈ ഉയർത്താമോ? ഈ ദിവസം മുതൽ പതിവായി ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വയ്ക്കുമെന്ന് പറയുന്നവർ കൈ ഉയർത്താമോ? ഈ ദിവസം മുതൽ തീരുമാനിക്കാൻ കഴിയുമോ? നിങ്ങളങ്ങനെ ചെയ്യുവാൻ ഇടയാകണം.
എല്ലാവരും വന്നില്ലെങ്കിൽ, ഭർത്താവ് വന്നില്ലെങ്കിൽ, സഹോദരി നീ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഇളയ മകൻ മാത്രമേ ഉള്ളെങ്കിൽ ഇളയ മകനെ വെച്ചിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തീർച്ചയായിട്ടും മറ്റുള്ളവരെയും കൂട്ടിവരുത്തുവാൻ ഇടയാകും. മറക്കരുത്, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ കാവലുണ്ട്. യഹോവയിൽ വിശ്വസിക്കുന്നവരുടെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ വീട്ടിലെ സകല ശാപവും തടസ്സവും ദുരാത്മാവിന്റെ ശക്തിയുമെല്ലാം നിങ്ങളുടെ കുടുംബത്തെ വിട്ടിട്ട് ഓടിപ്പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ ആ കുടുംബ പ്രാർത്ഥനയെ ദൈവത്തിന് മുൻപാകെ വയ്ക്കുക. എന്തെങ്കിലും പ്രതികൂലമുണ്ട് എങ്കിൽ ആ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ പറയുക. ദൈവസന്നിധിയിൽ നിങ്ങൾ ഏറ്റുപറയുക. നിങ്ങളുടെ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. മക്കളുടെ മനസ്സിൽ നിറയെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ അവരെ കേൾക്കുവാൻ തയ്യാറാകണം. നിങ്ങൾ കേൾക്കുന്നില്ല എങ്കിൽ അവർ വെളിയിൽ പോയി പറയുവാനിടയാകും. മറ്റു കൂട്ടുകാരോട് പോയി പറയാനിടയാകും. അവർക്കും പ്രശ്നങ്ങളുണ്ട്, ഇവർക്കും പ്രശ്നങ്ങളുണ്ട്. അവർ പറയും, വാടാ നമുക്ക് പോകാം, നമുക്ക് പോയിട്ട് ബിയർ അടിക്കാം, മദ്യം കുടിക്കാം എന്നൊക്കെ. അതുപോലെ പബ്ബിൽ പോകാമെന്ന്. ഞാൻ പബ്ബെന്ന് പറഞ്ഞത് കേട്ടിട്ടേ ഉള്ളൂ, എന്താണ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ മദ്യപിക്കുകയും അതുപോലെ ഡാൻസ് ചെയ്യുകയുമെന്നാണ്. കളറുള്ള ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് മദ്യപിച്ചിട്ട് ഡിഷും 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 എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അവർക്ക് സർവ്വ പ്രശ്നങ്ങളും മറന്നുപോകും. സ്വർഗമാണെന്നായിരിക്കും അവർക്കപ്പോൾ തോന്നാറുള്ളത്. അവിടെ പിന്നെ മറ്റ് യാതൊരു വിചാരങ്ങളുമില്ല. അവർക്ക് യാതൊരു സദാചാര ബോധവുമില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുകയാണ്. നീചമായ പാപ പ്രവർത്തികൾ ചെയ്യുന്നു. എത്രയോ യൗവനക്കാർ ഇന്ന് തങ്ങളുടെ ശരീരങ്ങളെ അശുദ്ധമാക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ദൂരദേശത്ത് മീറ്റിംഗിൽ പോകുന്നതായ സമയത്ത് ബോംബെ, കൽക്കട്ട അതുപോലുള്ള പട്ടണങ്ങളിൽ പോകുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഹോട്ടലിൽ താമസിക്കേണ്ടതായിട്ട് വരും. ആ ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ മിഡ് നൈറ്റ് സമയത്തൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നതായ സമയത്ത് അവിടെ നിന്നും ഇറങ്ങി വരുന്നതായ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന യുവാക്കളെയും യുവതികളെയും കാണുന്ന സമയത്ത് അവരുടെ അസഭ്യമായ വസ്ത്രധാരണ രീതി കാണുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഇവർക്കെന്താ മാതാപിതാക്കളില്ലേ? ചോദിക്കുവാനും പറയുവാനും സഹോദരങ്ങളോ ബന്ധുമിത്രാദികളോ ആരും തന്നെ ഇല്ലേ? ഇവരെ ഉപദേശിക്കുവാൻ ആരുമില്ലേ? ഇതിനേക്കാൾ വലിയ സന്തോഷവും ഇതിനേക്കാൾ വലിയ സമാധാനവും ദൈവത്തിന്റെ സന്നിധിയിൽ കിട്ടുമെന്ന് പറയുവാൻ ആരുമില്ലേ? കൊയർ പാടുന്നതായ സമയത്ത് അതെത്ര അത്ഭുതകരമാണ്, മനോഹരമാണ്. പിന്നെന്തിനാണ് നമുക്ക് പബ്ബിലെ പാട്ടൊക്കെ? നമ്മൾ ഹല്ലേലൂയ പാടുന്ന സമയത്ത് സ്വർഗീയ സന്തോഷമല്ലേ അനുഭവിക്കാറുള്ളത്? വീട്ടു പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത്, നാം പാടുന്നതായ സമയത്ത് എത്ര വലിയ സന്തോഷമാണ് നാം അനുഭവിക്കാറുള്ളത്. നിങ്ങളുടെ മക്കൾ മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത്, നിങ്ങൾ മക്കളോട് സംസാരിക്കുമ്പോൾ, എന്നാൽ ഇന്നത്തെ കാലത്തുള്ള മക്കൾ സംസാരിക്കില്ല. അവർ വിചാരിക്കുന്നത് എൻ്റെ അപ്പന്റെ പോക്കറ്റ് നിറച്ചു പണമാണ്, ആവശ്യത്തിന് പണമുണ്ട് എന്നാണ്. കടം വാങ്ങിച്ചതാണെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ അവനെന്താണ് വിചാരിക്കുന്നത്? ഇഷ്ടം പോലെ പണമുണ്ട്, അവനതുപോലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. അവനോട് പറയണം, മോനെ ഇത് ഞാൻ കടം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, അതുകൊണ്ട് നീ നാളെ വീട്ടണം എന്ന് പറഞ്ഞാൽ അവൻ ശ്രദ്ധിക്കും. മക്കളെ നിങ്ങളുടെ മുൻപിൽ ഇരുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുക. പരസ്പരം നിങ്ങൾ ആശ്വാസവാക്കുകൾ പറയുക. പരസ്പരം ആത്മീയമായിട്ട് ബലപ്പെടുത്തുക. നമ്മുടെ ഈ ലോകത്തിൽ നോക്കുമ്പോൾ ഏറ്റവും സമാധാനമുള്ള കാര്യം എന്താണെന്നറിയാമോ? നാം ഒരുപാട് കരയുന്നതായ സമയത്ത് ആരെങ്കിലും വന്നിട്ട് കണ്ണുനീർ തുടച്ചിട്ട് മകനെ കരയണ്ട, മകളെ കരയണ്ട എന്ന് നമ്മെ പറഞ്ഞ് തോളിൽ തട്ടുന്ന ആശ്വസിപ്പിക്കുന്ന അസുഖമുണ്ടോ? അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ആ അനുഭവം എങ്ങനെയാണ്? കണ്ണുനീർ ഒഴുക്കി വിങ്ങിപ്പൊട്ടുന്ന സമയത്ത് ആരെങ്കിലും ആശ്വസിപ്പിക്കുകയാണെങ്കിൽ അതെത്ര ആശ്വാസം പകരുമെന്ന് നിങ്ങൾക്കറിയാമോ? യേശു നമ്മുടെ കണ്ണുനീർ തുള്ളികളെയെല്ലാം തുടച്ചു നീക്കുന്നവനാണ്. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും കണ്ണുനീരൊഴുക്കിയവനാണ്. ഗത്സമന തോട്ടത്തിൽ അവൻ എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച സമയത്ത് അവന്റെ രക്തം വിയർപ്പ് തുള്ളികളായിട്ട് നിലത്ത് വീഴുവാനിടയായി. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. നമ്മുടെ പാപങ്ങളും നമ്മുടെ ശാപങ്ങളും എല്ലാം അവൻ വഹിച്ചതായ സമയത്ത് അവൻ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ദിവസം യേശു കർത്താവ് നിന്റെ ജീവിതത്തിലെ സകല കഷ്ടതയിൽ നിന്നും നിന്നെ വിടുവിക്കുന്നവനാണ്. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സമാധാനം ഇല്ലായിരിക്കാം. നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നില്ലായിരിക്കാം. അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നവരായി, ദൈവത്തോട് ഭയമില്ലാത്തവരായി മുൻപോട്ട് പോകുന്നുണ്ടാവാം. അറിവില്ലായ്മ കാരണമായിട്ട്, വാങ്ങിച്ച കടം കാരണമായിട്ട് ജീവിതം നശിക്കുന്നുണ്ടായിരിക്കാം. ഒരു കുടുംബം എൻ്റെ അടുക്കൽ വന്ന് പറയുവാനിടയായി, ദേവദാസ, ഞങ്ങൾ 20 വർഷം മുമ്പ് 3 ലക്ഷം രൂപ കടം വാങ്ങുവാൻ ഇടയായി. ഇപ്പോൾ ഞങ്ങളതിൻ്റെ പലിശ അടച്ചുകൊണ്ടേയിരിക്കുകയാണ്. കടം ഇതുവരെയും തീരുന്നില്ല. ഞങ്ങൾക്കിനി അത് ഒരിക്കലും വീട്ടുവാനും കഴിയുന്നില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വിഷം കഴിച്ച് ഇപ്പോൾ മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ്? യഥാർത്ഥത്തിൽ കടം വാങ്ങുന്ന സമയത്ത് നല്ലതായിട്ട് തോന്നും, എന്നാൽ കൊടുക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. ക്രിസ്ത്യാനികൾ കടം വാങ്ങുവാൻ പാടില്ല. ക്രിസ്ത്യാനികൾ കടം കൊടുക്കുന്നവർ ആയിരിക്കണം എന്നാണ് വചനം പറയുന്നത്. നീ കടം വാങ്ങുന്നവനല്ല, കടം കൊടുക്കുന്നവനായി തീരണം. ഇന്ന് അനേകം ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, വചനം പറയുന്നു,
ദൈവത്തിന്റെ പർവ്വതത്തിൽ വസിക്കുന്നവൻ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുകയില്ല. നിന്റെ പണം നീ ദൈവസന്നിധിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എത്ര ആളുകൾ ദശാംശം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്? കൈ ഉയർത്തണ്ട, ആരും പറയണ്ട, കൈ ഉയർത്തണ്ട, വേണ്ട. ഒന്നാമതായി ദശാംശം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക. ബാക്കിയുള്ളത് നിന്റെ ഉപയോഗത്തിന് വേണ്ടി എടുക്കുക. അപ്പോൾ ദൈവം അതിനെ അനുഗ്രഹിക്കാനിടയാകും. അനേകരും ആദ്യം കൊടുക്കൽ, എല്ലാം ചെലവായതിനു ശേഷം അവസാനം കർത്താവേ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയും ആമേൻ. നിങ്ങൾക്ക് തികയില്ല, ആദ്യം എനിക്ക് തരുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അനേകം ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. കടം വീട്ടുവാൻ കഴിയാതെ തൂങ്ങി മരിക്കേണ്ടി വന്ന അനേകം ആളുകളെ നമ്മുടെ ഭാരതത്തിൽ നമുക്കറിയാം. വാങ്ങിയ കടം വീട്ടുവാൻ കഴിയാതെ വീട് ഉപേക്ഷിച്ചു പോയ ആളുകളെ നമുക്ക് അറിയാം. ദേശം ഉപേക്ഷിച്ച് ഓടിപ്പോയ ആളുകളെ അറിയാം. അങ്ങനെ ഓടിപ്പോയാൽ നിന്റെ പ്രശ്നം തീരില്ല. തൂങ്ങി മരിച്ചത് കൊണ്ട് നിന്റെ പ്രശ്നം തീരുകയില്ല. അനേകം ആളുകളുടെ ജീവിതത്തിൽ വരുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവർ മരണം ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവനും തൂങ്ങിച്ചാകുന്നുണ്ട്, അതുപോലെ വലിയ പണക്കാരനും തൂങ്ങിച്ചാകുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, വലിയ പേരും പ്രശസ്തിയുമുള്ളവർ, സിനിമാ നടന്മാർ, അങ്ങനെയുള്ള ആളുകൾ തൂങ്ങി മരിച്ചവരായിട്ട് നമുക്ക് ഇന്നും അറിയാൻ കഴിയുന്നു. എത്ര നിരാശാജനകമാണ്. സാരി കൊണ്ട് കെട്ടി ഫാനിൽ കെട്ടിയിട്ട് തൂങ്ങി മരിക്കുന്നതായ ആളുകൾ. ജാഗ്രത, ദൈവം പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യരുത്. മറ്റുള്ളവരെ കൊല്ലുന്നത് എത്ര വലിയ പാപമാണ്, അതുപോലെ തന്നെയാണ് നീ ആത്മഹത്യ ചെയ്യുന്നതും. നിന്നെ തന്നെ നീ കൊല്ലുന്നത് കൊണ്ട് വലിയ പാപത്തിലേക്ക്, വലിയ നാശത്തിലേക്ക്, വലിയ കഷ്ടതയിലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല, ഒരു വിഷയം നിങ്ങളോട് വ്യക്തമായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കണ്ണുനീരില്ല. സ്വർഗത്തിൽ ചെന്നിട്ട് നാം കണ്ണുനീരൊഴുക്കേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് മഴയില്ല, വെയിലില്ല, ചൂടില്ല, കൊടുങ്കാറ്റില്ല, ഭൂകമ്പമില്ല, സുനാമിയില്ല. എന്നാൽ നാം ഈ ലോകത്ത് ജീവിക്കുന്നതുവരെയും നാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നം നിറഞ്ഞ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം, പ്രതികൂലം നിറഞ്ഞതായ ഈ ലോകത്തിലായിരിക്കുമ്പോൾ, പിശാചിന്റെ അധീനതയിലുള്ളതായ ഈ ലോകത്തിൽ നാം ജീവിച്ച് മുൻപോട്ട് പോകുന്നിടത്തോളം കാലം, പഴയ ആദാമിന്റെ സ്വഭാവമുള്ള ഈ മൺകൂടാരത്തിൽ നാം ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകും, കഷ്ടതകൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവയ്ക്കെല്ലാമുള്ള പരിഹാരം യേശുക്രിസ്തുവിന്റെ കരത്തിലുണ്ട്. ഇവയിൽ നിന്നെല്ലാം യേശുക്രിസ്തു നമ്മെ വിടുവിക്കുവാനിടയാകും. അവൻ പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകപ്രകാരമുള്ളതല്ല, ലോകം നൽകുന്നതല്ല. ലോകത്തിൻ്റെ സമാധാനം നിലനിൽക്കുന്നതല്ല, അത് താൽക്കാലികമാണ്. കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെ നടുവിലും അവൻ്റെ സമാധാനം നമുക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നീ ഒരു മദ്യപാനിയാണെങ്കിൽ നിനക്ക് അവസരം ലഭിക്കുന്ന ഒരു ദിവസം, അവസാന ദിവസമാണിത്. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുവാനുള്ള ഒരു ദിവസം ആണിത്. അതുകൊണ്ട് ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. കണ്ണടച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കൂ. ദൈവത്തോട് സംസാരിക്കുക. എന്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഭയപ്പെടുന്നത്? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ആത്മീയമായി ഞാൻ ക്ഷീണിച്ചു പോകുന്നത്? എന്തുകൊണ്ട് ലക്ഷ്യമില്ലാതെ ഞാൻ ജീവിക്കുന്നു? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ഒന്നും തന്നെ എനിക്ക് നേടുവാനോ സമാധാനപ്പെടുവാനോ കഴിയാത്തത്? യേശുവിൻ്റെ മകനാണെന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു. എൻ്റെ ഇടപെടലുകൾ ശരിയാണോ? എൻ്റെ പെരുമാറ്റങ്ങൾ ശരിയാണോ? എൻ്റെ സംസാരങ്ങൾ ശരിയാണോ? എൻ്റെ ജീവിതം ശരിയാണോ? ഒരു നിമിഷം നിങ്ങളെ തന്നെ ചിന്തിക്കുക. ഇന്ന് കർത്താവ് നിന്നെ നോക്കുകയാണ് എങ്കിൽ അവന്റെ മുൻപിൽ നീ എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരുവാന്, അവന്റെ ദൃഷ്ടിയിൽ നിന്റെ ജീവിതത്തെ കാണിച്ചു തരുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ മധ്യേ സഞ്ചരിക്കുകയാണ്. ഈ ദിവസം വായ് തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കരങ്ങൾ ഉയർത്തി നിങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കരങ്ങളെ നീ പിടിക്കണമേ. അവിടെ കരം പിടിക്കണമേ. ഞാൻ നിന്റെ കരം പിടിച്ച് നിന്നെ വഴി നടത്തുമെന്നുള്ളതായ വാഗ്ദത്തം അവരുടെ മേൽ നിറവേറ്റുമാറാകണമേ. ഈ നശിച്ച ലോകത്തിൽ, ഈ തകർന്ന ലോകത്തിൽ, ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്റെ സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ജീവിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ഈ ലോകത്തിന്റെ മോഹത്തിൽ ഞങ്ങൾ വീണുപോകുന്നു. ഇതിന്റെ ആകർഷണത്തിൽ ഞങ്ങൾ പെട്ടുപോകുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുന്നു. നിന്നെ വിട്ട് ഞങ്ങൾ അകന്നു പോകുന്നു കർത്താവേ. ഇന്ന് ഞങ്ങളോട് കരുണ കാട്ടണമേ അപ്പാ. ഞങ്ങളോട് ദയ കാണിക്കണമേ. നീ ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമേ. ഇതാ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. നീ എന്നെ വില കൊടുത്ത് വാങ്ങിയതാണല്ലോ, നിന്റെ രക്തം കൊടുത്ത് വാങ്ങിയതാണല്ലോ. നിനക്ക് വേണ്ടി തന്നെ ഞാൻ ജീവിക്കാൻ കർത്താവേ. ഈ ലോകത്തിൽ ആശ്രയിച്ച് നഷ്ടപ്പെട്ടു പോയി, ഈ ലോകത്തെ വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ടു, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് കർത്താവെ ചെയ്തത്. ഇന്ന് ഞങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചതിനായിട്ട് നന്ദി കരേറ്റുന്നു. ഈ ലോകത്തിൽ നീ മാത്രം മതി ഞങ്ങൾക്ക് ആശ്രയമായിട്ട്. ദാവീദ്
ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ യേശു എനിക്കുണ്ടെങ്കിൽ എനിക്ക് മറ്റാരെയും ആവശ്യമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. അവൻ എന്നെ വിടുവിക്കുവാൻ ഇടയാകുമെന്ന് പറയുവാൻ. എൻ്റെ യേശു എനിക്കുണ്ട്, അവൻ എന്നെ വിടുവിക്കും. എൻ്റെ യേശു എനിക്കുണ്ട്, എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ ഇടയാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് പോകുവാൻ നീ സഹായിക്കണമേ. ഞങ്ങളിൽ ആരും തന്നെ നിന്ദിതരായിട്ട് അപമാനിക്കപ്പെട്ടവരായി ഉണ്ടാകാൻ പാടില്ലപ്പാ. നിന്റെ മക്കളെന്ന് പറയപ്പെട്ടുകൊണ്ട് പിശാചിന്റെ ബന്ധനങ്ങളിൽ ആയിരിക്കുവാൻ പാടില്ല കർത്താവേ. പാപലോകത്തിൽ പാപം നിറഞ്ഞ ജീവിതം ജീവിച്ചത് മതി കർത്താവേ. വരുത്തിവെച്ച കഷ്ടതയും ദുഃഖവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നിരാശകളുമെല്ലാം മതി കർത്താവേ. നീ നൽകുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നീ നൽകുന്ന സംതൃപ്തി ഞങ്ങൾക്ക് നൽകണമേ. സംതൃപ്തിയുള്ളതായ ഭക്തി ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് മതി എന്ന് പറയുന്ന ഒരു സംതൃപ്തി ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ജീവിതങ്ങളെ സംതൃപ്തിയോടെ അയക്കണമേ. ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് എല്ലാ ജീവിതങ്ങളെയും സന്തോഷത്തോടെ അയക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ